ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ വന്നിട്ട് അടുത്ത ദിവസത്തെ രാവിലത്തെ പരിപാടിയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ പുറത്ത് പോവുകയാണ്. നമുക്കുള്ള കാറ് വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നാണ് നമുക്ക് പ്ലാൻ ചെയ്തേക്കുന്ന പോലെ അവർ കറക്റ്റ് ടൈമിങ്ങിന് അന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സൂഖ് അൽ സീഫ് എന്ന് പറയുന്ന നമ്മുടെ ബർദുബായ് തന്നെ ഉള്ള ഓൾഡ് ദുബായ് എന്നറിയപ്പെടുന്ന ഒരു പ്ലേസിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യാത്രയാണ്. അടിച്ചു പൊളിച്ച് പോകണം എന്നുള്ള പ്രതീക്ഷയോടെ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഞാൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ നമുക്ക് കാറും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മെട്രോ സ്റ്റേഷനുണ്ട്, ഫഹദി മെട്രോ സ്റ്റേഷൻ വഴി നമുക്ക് കുറച്ച് ഷോർട്ട് വാക്കും വഴിയൊക്കെ നമുക്ക് വരാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത്. ഇഷ്ടംമാതിരി ടാക്സികളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട്, കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പല ആളുകളും നമ്മുടെ പഴയ ദുബായ് കാണാനായിട്ട് വരുന്ന ആളുകളാണ്. പഴയ ട്രഡീഷണൽ ദുബായ് എങ്ങനെയായിരുന്നു എന്ന് കാണാനായിട്ട് വരുന്ന ആളുകളാണ് ഇതെല്ലാം. ഈ ഒരു സൂക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് നമ്മുടെ ദുബായിൽ ട്രേഡിംഗ് ഒക്കെ ചെയ്തിരുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് ഈ സൂക്ക് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പുതിയ ജനറേഷന് മനസ്സിലാക്കാനും അത് അനുഭവിക്കാനും അതിൻ്റെ ഒരു ഫീൽ അറിയാനും കൂടിയാണ് ഇപ്പോഴും ഈ ഒരു ഓൾഡ് സൂക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓൾഡ് ദുബായ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കൾച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൂക്കിൽ വന്നാൽ തന്നെ മനസ്സിലാവും. പല ടൈപ്പിലുള്ള സ്റ്റോൺസ് എങ്ങനെയാണ് പേൾസ് ഡിവൈൻ ചെയ്തേക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സൂക്കിൽ തന്നെ കയറിയാൽ നമുക്ക് മനസ്സിലാവും. പണ്ടത്തെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളായാലും എല്ലാം നമുക്ക് ഈ ഒരു വെറൈറ്റി ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ. വെറൈറ്റി ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള വളരെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും ഉണ്ടായിരുന്നു. കണ്ടില്ലേ, വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ സ്റ്റോൺസ് ആയാലും നമ്മുടെ കയ്യിലിടുന്ന ചെയിൻസ് ആയാലും നമ്മൾ ഒറിജിനൽ സ്റ്റോൺസ് വെച്ചിട്ടുള്ള നമ്മളെ ഫേസ് മസാജർ, വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഓരോ രീതിയിൽ അവർ ചെയ്ത് ബിൽഡ് ചെയ്തെടുത്തേക്കുന്ന ഓരോ ഐറ്റംസാണ് ഞാനിവിടെ കണ്ടത്. ഞാൻ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മുടെ നെയിം നമുക്കിങ്ങനെ ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് കയ്യിൽ ചെയിനായിട്ടിടാം. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാധനങ്ങൾ ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള റിങ്സ്, അതുപോലെ ബ്രേസ്ലെറ്റ്സ് ഇഷ്ടംമാതിരി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴമ അവർ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയാലും നമ്മൾ നോക്കുമ്പോൾ ടർക്കിഷ് ലൈറ്റ്സ് കണ്ടില്ലേ, ഹാങ്ങിങ് ലൈറ്റ്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണിത്. അത്രയും ഗ്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അത്. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ആയാലും പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ആയാലും പെർഫ്യൂംസ് ആയാലും ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. നല്ല ആ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു ബിൽഡിങ്ങുകളും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള നീറ്റ്നെസ്സും ഉണ്ടായിരുന്നു. വളരെ നല്ല നീറ്റായിട്ടാണ്. നമ്മളെപ്പോഴും ഈ പുതുമയെ മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ പഴമയെ സ്നേഹിക്കണമെന്ന് അത് അറിയിച്ചുകൊണ്ടുള്ള ഒരു ബിൽഡിങ്സ് ആയിരുന്നു എല്ലാം. അഡീഷണൽ സർവീസസ് അവർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ അവർ ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ പെർഫ്യൂംസിൻ്റെ ഒക്കെ ഊദ്, ബഹൂർ, അതിൻ്റെ ഒക്കെ ഇഷ്ടംമാതിരി കളക്ഷൻസ് ഓഫ് ഷോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. വളരെയധികം നമുക്കൊരു ഒരു മൈൻഡ് കൂളിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല കാറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഓൾറെഡി നമുക്ക് തണുപ്പ് ക്ലൈമറ്റ് ആണ് എങ്കിൽ പോലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു പഴയ ഒരു സ്ഥലത്തൂടെ പോകുന്നതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തോ, നമ്മുടെ ഈ വഴികളൊക്കെ വളരെ ചെറുതുമാണ്. അതേപോലെ ഫുള്ള് ഇങ്ങനെ കർവി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയായിരുന്നു ഈ വഴികളെല്ലാം ഉണ്ടായിരുന്നത്. ഒരു ഗ്രേറ്റ് ഫീലിങ്സ് ആണ് നമുക്കൊരു പോയി കഴിഞ്ഞാൽ. ഈവനിങ് ടൈം കുറച്ചും കൂടെ മനോഹരമാണ്. കാരണം ഈ ലൈറ്റ്സ് ഒക്കെ ഓണാക്കി നമ്മുടെ ടൂറിസ്റ്റുകളായാലും ഫാമിലീസ് ആയാലും ഈവനിങ് എല്ലാവരും ഒന്ന് ഒത്തുകൂടാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എപ്പോഴും ഈ ഡെവലപ്ഡ് മാത്രമല്ല, നമ്മൾ പണ്ടത്തെ ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നൊക്കെ അറിയാൻ നമുക്ക് കുറച്ചും കൂടെ ഒരു അവസരം കിട്ടുന്ന, കുഞ്ഞുങ്ങൾക്കായാലും ന്യൂ ജനറേഷനും വളരെയധികം മനസ്സിലാകുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഓൾഡ് ദുബായ് അല്ലെങ്കിൽ ഒരു സൂക്ക് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇഷ്ടംപോലെ ട്രഡീഷണൽ എമിറാത്തി കുസൈൻസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റ്സും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്.
ബോട്ടിംഗ് സൗകര്യങ്ങൾ കൂടിയ നല്ല അടിപൊളി ഒരു സൂക്ക് തന്നെയാണ് ഇത്. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്കും അതേപോലെ തന്നെ ഏട്ടനും വളരെയധികം ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്കായാലും നമുക്ക് അവർക്കൊരു ട്രഡീഷണൽ രീതി അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു രീതികൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ഏരിയ തന്നെയായിരുന്നു ഇത്. നമ്മൾ രാവിലെ വന്നതുകൊണ്ട് തന്നെ അധികം ആളുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആളുകൾ ഇരിക്കുക തന്നെ ആയിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി ആളുകൾ ബോട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും അതുപോലെ പതുക്കെ നടന്ന് ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു വ്യൂ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. രാവിലെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഈ പറയുന്ന മ്യൂസിക്കൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതും ആ ഒരു സൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ അധികം ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളൊരു സൂക്കാണിത്. ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടായാലും ദുബായ് ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ പോപ്പുലറായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയാണ്. അതുപോലെ എല്ലാ സൈഡിലും സ്ട്രീറ്റ് ആംഗിൾസിൽ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതുപോലെ ലൈറ്റും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ട്രഡീഷണൽ ഫോട്ടോസ് എടുക്കാനും പറ്റിയ ഒരു ഏരിയയാണ്. പ്രൊഫഷണൽ ഫോട്ടോസിനായാലും ഓൾഡ് ദുബായിയുടെ പഴമ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ഫോട്ടോഗ്രാഫി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സൂക്ക് അൽ സീഫിൽ നിന്ന് ഞങ്ങൾ വിട പറയുകയാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞ് ദുബായ് വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പ്ലേസുമായിട്ട് വരുന്നവരെ ബൈ.